നമസ്കാരം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു സെഷനാണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് നമ്മളിന്ന് പറയുക. നമുക്കറിയാം, വെള്ളം, വാട്ടർ എന്ന് പറയുന്നത് 3 രൂപത്തിൽ, അതായത് ഐസായിട്ടും വാട്ടറായിട്ടും ലിക്വിഡ് ഫോമിലും അതേപോലെ തന്നെ സ്റ്റീമായിട്ട് നമ്മളൊരുപാട് നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്നു. ഐസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റും വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റും സ്റ്റീം എന്ന് പറയുന്നത് അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റുമാണ്. നമ്മളിന്നിവിടെ പറയുക എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നാണ് ആദ്യം പറയുന്നത്. Change of a substance from one state to another is called change of state. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുക, ലിക്വിഡിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുക, ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുക, സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ് ആൻഡ് ലിക്വിഡ് ടു സോളിഡ്. ഇങ്ങനെ പരസ്പരം ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് ആണ് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. എന്താണ് ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ്? ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ്, ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് from one state to another. Okay, this is called the change of state. ഒരു സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ഐസ് ഞാനൊരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്നു. കുറേ കഴിഞ്ഞ് ഐസ് ഉരുക്കി ലിക്വിഡ് ഫോമിലേക്ക് മാറ്റപ്പെടും. ഓക്കെ, ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഹീറ്റ് ചെയ്യുന്നു, ഗ്യാസിൽ വെച്ച് നമ്മൾ തിളപ്പിക്കുന്നു. ആ വെള്ളം സ്റ്റീമായിട്ട് മാറുക, ലിക്വിഡിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. ഇങ്ങനെ സബ്സ്റ്റൻസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുക. ഓക്കെ, അത് നമ്മൾ ഐസ് ടു വാട്ടർ, ഐസ് എങ്ങനെയാണ് വാട്ടർ എന്ന് പറയുന്ന, ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് എങ്ങനെയാണ് വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക. സോ ഐസ് ടു വാട്ടർ ഓർ സോളിഡ് ടു ലിക്വിഡ്. ഇതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ അവിടെ ഐസ് എടുത്തിരിക്കുന്നു. നമുക്കറിയാം, ഐസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ പാത്രത്തിൽ ഐസ് എടുത്ത് ഞാൻ ഓപ്പണായിട്ട് നമ്മുടെ ഈ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, റൂമിലെ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഏകദേശം ഒരു 28 or 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഐസിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസും സറൗണ്ടിങ് ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസുമാണെന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹീറ്റ് എനർജി എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹോട്ട് റീജിയനിൽ നിന്ന് കോൾഡ് റീജിയനിലേക്കാണ്. അപ്പോൾ ഐസ് 0 ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ 30 ഡിഗ്രിയിലായിരിക്കുമ്പോൾ സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് എനർജി ഈ ഐസ് ക്യൂബ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുക ഐസ് ഗെറ്റിംഗ് എനർജി ഫ്രം ദി സറൗണ്ടിങ്. ഐസിന് സറൗണ്ടിങ്ങിൽ നിന്ന് ഒരു ഹീറ്റ് എനർജി കിട്ടുകയാണ്. നമുക്കറിയാം, ഐസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം വളരെ അടുത്തടുത്താണ് നിൽക്കുക. എല്ലാ പാർട്ടിക്കിൾസും തമ്മിൽ എപ്പോഴും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മൂലം എല്ലാ പാർട്ടിക്കിൾസും ഇങ്ങനെ അടുത്തടുത്താണ് നിൽക്കുക. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ ഐസിലേക്ക് ഹീറ്റ് എനർജി കൊടുക്കുക. സാധാരണ കേസസിൽ നമുക്കറിയാം, ഈ നമ്മൾ കൊടുക്കുന്ന ഈ ഹീറ്റ് എനർജി ഈ ഐസ്
ഐസിലെ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ഡ്യൂ ടു ദിസ് ഹീറ്റ് എനർജി. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഈസ് കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. അപ്പോൾ ഐസിലേക്ക് ഹീറ്റ് എനർജി കൊടുക്കുന്നു. ആ ഹീറ്റ് എനർജി മൂലം ഐസിലെ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². കൈനറ്റിക് എനർജി കൂടിയാൽ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി ഇൻക്രീസസ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് കൂടുതൽ ഹീറ്റ് എനർജി അതിലേക്ക് ചെല്ലുന്തോറും കൂടുതൽ വേഗത്തിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. സെക്കൻഡ് പോയിന്റ് ഈസ് the speed of the particles increases as the energy increases. ഓക്കെ, അപ്പോൾ വളരെ വേഗത്തിൽ ഈ ഹീറ്റ് എനർജി ചെല്ലുന്നതനുസരിച്ച് ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു കൊടുക്കും. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. നമുക്കറിയാം സ്പീഡ് കൂടുന്നതനുസരിച്ച് ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ഇൻക്രീസസ്. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യം എല്ലാം ഇങ്ങനെ അടുത്തേക്കായിരുന്നു, അതിലേക്ക് ഹീറ്റ് എനർജി കിട്ടി. ഹീറ്റ് എനർജി ഉപയോഗിച്ച് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു. കൈനറ്റിക് എനർജി ഉപയോഗിച്ച് സ്പീഡ് ഇൻക്രീസ് ചെയ്തു. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്തു. ഈ സ്പേസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഇന്റർപ്ലേനാർ ഡിസ്റ്റൻസ് കൂടുകയും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. കാരണം രണ്ടും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. കാരണം ഇതിങ്ങനെ അകന്ന് പോകുന്തോറും എന്ത് ചെയ്യും? ഈ ഇന്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് റിക്വയർസ് മോർ സ്പേസ് ടു വൈബ്രേറ്റ്. അതിന് കൂടുതൽ സ്പേസ് വേണ്ടി വരും വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. കൂടുതൽ ഫ്രീഡം വേണ്ടി വരും. കാരണം കൂടുതൽ എനർജി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ കൂടുകയും ഇറ്റ് റിക്വയർസ് മോർ സ്പേസ് ടു വൈബ്രേറ്റ്. അങ്ങനെ വരുമ്പോൾ കുറേ കൂടി ഫ്രീഡം ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഈ സോളിഡിന് മാറേണ്ടി വരും. ദാറ്റ് മീൻസ് ഐസ് കൺവേർട്ട്സ് ടു വാട്ടർ, സോളിഡ് കൺവേർട്ട് ടു ലിക്വിഡ്. സോളിഡ് എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഫ്രീഡം ഉള്ള ലിക്വിഡ് എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഉള്ള അവസ്ഥയിലേക്ക് ഈ സോളിഡ് കൺവേർട്ട് ചെയ്യപ്പെടും. ദിസ് ഈസ് നോൺ ആസ് മെൽറ്റിംഗ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെൽറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, സോ വാട്ട് ഈസ് മെൽറ്റിംഗ്? എ സോളിഡ് ചേഞ്ച് ടു ലിക്വിഡ്. ഒരു സോളിഡ് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ഇത് സംഭവിക്കുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും. നമുക്കറിയാം ഐസ് ഉരുകി വാട്ടർ ആകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മെൽറ്റിംഗ് ഒക്കേഴ്സ് ഈസ് നോൺ ആസ് ദി മെൽറ്റിംഗ് പോയിന്റ്. എന്താണ് നമ്മൾ അതിന് പറയുക? മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുക. സാധാരണ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വാട്ടറിൻ്റെ കേസിൽ വരിക. ഓരോ സോളിഡും ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച് ലിക്വിഡ് ആകും. ഇപ്പം മെഴുകി തന്നെ എടുത്ത് ഞാൻ കുറേ ഹീറ്റ് കൊടുത്ത് അത് ഉരുകി ലിക്വിഡായി. അത് ഉരുകുന്നതിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാകും. അതാണ് മെഴുകിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുക. ഇരുമ്പ് തന്നെ നമ്മൾ കുറേ ഹീറ്റ് എനർജി കൊടുക്കുന്നതനുസരിച്ച് അത് ഉരുകി ഒരു ലിക്വിഡ് ഫാമിലേക്കായി. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് അതിൻ്റെ ആ ഇരുമ്പിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സോളിഡിൻ്റെയും അതിനായിട്ടുള്ള പർട്ടിക്കുലർ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു ബോഡി സോളിഡിൽ നിന്ന് ലിക്വിഡിലാവുക എന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമുക്ക് ഹീറ്റ് എനർജി കിട്ടും. ഐസ് ആണ് നമ്മളുടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പോൾ ഐസ് ഗെറ്റിംഗ് ഹീറ്റ് എനർജി ഫ്രം ദി സറൗണ്ടിങ്. ഡ്യൂ ടു ദാറ്റ് ഹീറ്റ് എനർജി the kinetic energy of the particle increases and speed of the particles increases. Speed increasing more, the intermolecular force of attraction between the molecules decreases. Space കൂടുന്നത് കാരണം ആ സ്പേസ് കൂടുമ്പോൾ അതിന് വീണ്ടും കുറേ കൂടി ഫ്രീഡം ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക് മാറേണ്ടി വരും. ഇറ്റ് റിക്വയർസ് എ മോർ സ്പേസ് ടു വൈബ്രേറ്റ് ആൻഡ് ഇറ്റ് റിക്വയർസ് എ ഫ്രീഡം. കുറേ കൂടി സോളിഡിനേക്കാളും ഫ്രീഡമുള്ള സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കൂടുതലുള്ള സ്റ്റേറ്റാണ് ലിക്വിഡ്. അപ്പോൾ അങ്ങനെ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. സോ സോളിഡ്
liquid, and that change of state is known as the melting. ഇതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുക. The temperature at which the melting takes place is known as the melting point. ഇതാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐസിന്റെ കേസ് ആകുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് 0°C ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സോളിഡ് ടു ലിക്വിഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒരു എന്താ പറയുക, മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സായിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ഇതിൻ്റെ തന്നെ റിവേഴ്സ് പ്രോസസ്സ് നമുക്ക് എടുത്തു നോക്കാം. ഇതിൻ്റെ തന്നെ റിവേഴ്സ് പ്രോസസ്സ്. ഓക്കെ, അതായത് ഈ സംഭവം നമ്മളിപ്പോൾ പറഞ്ഞത് നേരെ തിരിച്ച്, ഇപ്പോൾ സോളിഡ് ടു ലിക്വിഡ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി തിരിച്ച് ലിക്വിഡ് ടു സോളിഡ്, ഇതിൻ്റെ തന്നെ റിവേഴ്സ് പ്രോസസ്സ്. ഇതിനു വേണ്ടി നമ്മൾ ചെയ്ത ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത്, ഒരു ഐസ് ട്രേയിൽ കുറച്ച് വെള്ളമെടുത്ത് നേരെ കൊണ്ട് ഫ്രീസറിലേക്ക് വയ്ക്കുന്നു. ഐസ് അല്ലേ, അതായത് കുറച്ച് ഐസ് ട്രേയിൽ, ഒരു ട്രെയിൽ വെള്ളമെടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കുറേ കഴിയുമ്പോൾ ഐസായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ലിക്വിഡ് സ്റ്റേറ്റ് എങ്ങനെ ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു, അതാണ് ഇനി നമ്മൾ പറയുക. ഇപ്പോൾ പറഞ്ഞതിൻ്റെ റിവേഴ്സ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ട്രെയിൽ വെള്ളമെടുക്കുന്നു, ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുന്നു. നമുക്കറിയാം ഫ്രീസറിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കംപ്രസർ ഉപയോഗിച്ച് ആ വെള്ളത്തിൻ്റെ ഹീറ്റ് എനർജിനെ പുറത്തേക്ക് വലിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ ഹീറ്റ് എനർജി അത് പുറത്തേക്ക് എടുത്ത് എറിഞ്ഞ് കളയുകയാണ്. ഇവിടെ ഐസ് ഗെറ്റിംഗ് ഹീറ്റ് എനർജി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഹീറ്റ് എനർജി അല്ലേ ഗിവിങ് ഔട്ട്, പുറത്തേക്ക് കളയും. ഗെറ്റിംഗ് ഔട്ട്, ഹീറ്റ് എനർജി ഗെറ്റിംഗ് ഔട്ട്, പുറത്തേക്ക് നമ്മൾ ഈ ഹീറ്റ് എനർജി കളയില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ലിക്വിഡിൻ്റെ കേസിൽ നല്ല ഫ്രീഡത്തിൽ, നല്ല സ്പേസിൽ ഈ പാർട്ടിക്കിൾസ് എല്ലാം നിന്നിരുന്ന അവസ്ഥയിൽ പെട്ടെന്ന് അതിൻ്റെ ഹീറ്റ് എനർജി പുറത്തേക്ക് കളയുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പോസിറ്റ് പ്രോസസ്സ്, അതായത് ഉടനെ എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി ഓൾസോ ഡിക്രീസസ്. ഹീറ്റ് എനർജി കുറഞ്ഞു, ആ ലിക്വിഡിൻ്റെ ഹീറ്റ് എനർജി കുറഞ്ഞു. സോ കൈനറ്റിക് എനർജി ഡിക്രീസസ്. അപ്പോൾ എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി കുറയും. അപ്പോൾ ഈ വൈബ്രേഷൻ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് പതുക്കെ 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 സ്ലോ ആയിട്ട് മാറും. വൈബ്രേഷൻ കുറയും, ബിക്കോസ് എനർജി കുറയും, കൈനറ്റിക് എനർജി കുറയും. കൈനറ്റിക് എനർജി കുറഞ്ഞാൽ സ്പീഡ് ഓൾസോ ഡിക്രീസസ്, സ്പീഡ് കുറയും. പാർട്ടിക്കിൾസിൻ്റെ വേഗത കുറയും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ്ടാവും, ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരും. ദാറ്റ് മീൻസ് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ഡിക്രീസസ്, കുറഞ്ഞു വരും. പാർട്ടിക്കിൾസ് എല്ലാം അടുത്തടുത്ത് വരും. സോ ഈ പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരുമ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കുറയുമ്പോൾ അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ദ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ നല്ല ഫ്രീഡത്തിൽ ഇരുന്ന് വെച്ചാൽ മോളിക്യൂൾസിലേക്ക് നിന്ന് ഹീറ്റ് എനർജി പുറത്തേക്ക് കളഞ്ഞപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ, കൈനറ്റിക് എനർജി കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഓഫ് ദി വൈബ്രേഷൻ കുറഞ്ഞു, അത് തമ്മിലുള്ള സ്പേസ് കുറഞ്ഞു പാർട്ടിക്കിൾസ് തമ്മിലുള്ള. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, അത് നേരെ ഇങ്ങനെ അടുത്തടുത്ത് വന്നു. ദാറ്റ് മീൻസ് അതിന് പിന്നീട് ഫ്രീഡം കുറവ് മതി, എല്ലാം ഇങ്ങനെ അടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ഐസായിട്ട് ആ ലിക്വിഡ് അപ്പോൾ എന്ത് ചെയ്യും, സോളിഡ് എന്ന് പറഞ്ഞ ഐസ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റപ്പെടും. ഓക്കെ, സോ എന്താണ് അവിടെ, സോ ദ ലിക്വിഡ് എന്ത് ചെയ്യും, ഫൈനലി ദ ലിക്വിഡ് കൺവേർട്സ് ടു ഐസ്. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡ് കൺവേർട്ട് ടു ഐസ്, എങ്ങനെയാണ് വരിക? ആദ്യം ഒരു വെള്ളം ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുന്നു, അതിൽ നിന്ന് ഹീറ്റ് എനർജിനെ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ അതിൻ്റെ വൈബ്രേഷണൽ സ്പീഡ് കുറയുന്നു, ബിക്കോസ് ദ കൈനറ്റിക് എനർജി കുറഞ്ഞു. വൈബ്രേഷണൽ സ്പീഡ് കുറയുമ്പോൾ ഇന്റർ മോളിക്കുലർ ഫോഴ്സ്, ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് കുറയും. അപ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം അടുത്തടുത്ത് വരും. അപ്പോൾ അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഫൈനലി അതെല്ലാം ഒരു സോളിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരും.
ഈ ഫിനോമിനയാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുക. എന്താണ് ഫ്രീസിങ്? അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫ്രീസിങ്? The liquid converts to solid. That is called the freezing. അതിന് നമ്മൾ ഫ്രീസിങ് എന്നാണ് പറയുന്നത്. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് നമ്മൾ ഫ്രീസിങ് പോയിന്റ്. എന്താണ് ഫ്രീസിങ് പോയിന്റ്? നമുക്കറിയാം ഐസിൻ്റെ മീൻസ് വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സോളിഡ് ലിക്വിഡ് ആവുന്നതും സോളിഡ് ലിക്വിഡ് ആവുന്നതിന് നമ്മൾ മെൽറ്റിംഗ് എന്നും പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്നും ലിക്വിഡ് സോളിഡ് ആവുന്നതിന് നമ്മൾ ഫ്രീസിങ് എന്നും ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് നമ്മൾ ഫ്രീസിങ് പോയിന്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ലിക്വിഡ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കാണ്. കുറച്ച് വെള്ളം എടുക്കുന്നു, ലിക്വിഡ് ടു ഗ്യാസ്. അതിനുവേണ്ടി നമ്മൾ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, കൊണ്ട് ഗ്യാസിൽ കൊണ്ടേ വെച്ചു. ഗ്യാസിന് ഹീറ്റ് എനർജി കൊടുത്തു. നമുക്കറിയാം സാധാരണ വെള്ളത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിലേക്ക് കുറേ ഹീറ്റ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആവശ്യത്തിന് ഫ്രീഡമുള്ള മോളിക്യൂൾസാണ്. പക്ഷേ ഈ വാട്ടർ മോളിക്യൂൾസിനേക്കാളും ഫ്രീഡമാണ് ഗ്യാഷ്യസ് ആയിട്ടുള്ള ഗ്യാസിന്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനൊക്കെ കുറവാണ്, നല്ല ഫ്രീഡമുള്ള ഒരവസ്ഥയാണ് ഗ്യാസിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ഇത് മാറ്റപ്പെടുന്നു, അതാണ് നമ്മൾ ഈ പറയുന്നത് ലിക്വിഡ് ടു ഗ്യാസ്. ഓക്കെ, എന്തായിരിക്കും ഈ ലിക്വിഡിന് ആദ്യം നിന്ന് ഇത് കിട്ടും? ലിക്വിഡ് ഗെറ്റിംഗ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് സോളിഡ് ടു ലിക്വിഡ് പറഞ്ഞ പോലത്തെ തന്നെ ലിക്വിഡ് ഗെറ്റിംഗ് എനർജി. ആദ്യമേ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്യാസ് ഉപയോഗിച്ച് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് ഹീറ്റ് എനർജി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. കറക്റ്റ് അല്ലേ? ആദ്യം ചെല്ലുന്നത് ഹീറ്റ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തുണ്ടാവും? കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടിയാലേ ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. ഉടനെ സ്പീഡ് കൂടും അല്ലേ? പാർട്ടിക്കിൾസിന്റെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? വളരെ വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ സെയിം കേസ് തന്നെ എവിടെ ഈ നമ്മുടെ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പറഞ്ഞ അതേ കേസ് തന്നെയാണ് ഇവിടെ ലിക്വിഡ് ടു ഗ്യാസ് എന്ന് പറയുക. ദെൻ ഇന്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസസ്. ഇവിടെ നേരത്തെ പറഞ്ഞതിനെ ഡിക്രീസസ്. ഓക്കെ, അതായത് എന്താണ്? ഹീറ്റ് എനർജി നമ്മൾ വെള്ളത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഹീറ്റ് എനർജി മൂലം കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ വൈബ്രേഷൻ കൂടും, സ്പീഡ് കൂടി കഴിയുമ്പോൾ the distance between the particles increases and the force of attraction between the particles decreases. ഫോഴ്സ് കുറയും. അപ്പോൾ വീണ്ടും വൈബ്രേഷൻ കൂടി ഇറ്റ് റിക്വയർസ് മോർ സ്പേസ് ടു വൈബ്രേറ്റ്. അതിന് വലിയ കുറച്ചുകൂടി ഫ്രീഡമുള്ള ലിക്വിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് എന്ന് പറയുന്ന കുറച്ചുകൂടി ഫ്രീഡമുള്ള സ്റ്റേറ്റിലേക്ക് അത് മാറ്റപ്പെടും. ദാറ്റ് ഈസ് ലിക്വിഡ് കൺവേർട്സ് ടു ഗ്യാസ്. ഓക്കെ, ഇതിനാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. വേപ്പറൈസേഷൻ. സോ വാട്ട് ഈസ് വേപ്പറൈസേഷൻ? ലിക്വിഡ് ടു gaseous state, change of state from liquid to gaseous state, and that is called the vaporization. And that particular temperature at which the vaporization is called takes place, and that is called the boiling point. ആ particular temperature നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്നാണ് പറയുക. വാട്ടറിൻ്റെ കേസിലാകുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എന്താണ് ബോയിലിംഗ് പോയിന്റ്? ആ ഒരു ലിക്വിഡ് ഗ്യാസ് ആകുന്ന ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. നമുക്കറിയാം വെള്ളം നോർമൽ പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റീമായിട്ട് മാറ്റപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ടു ഗ്യാസ് എന്താണ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് ഈസ് നോൺ ആസ് ദി vaporization, and that particular temperature is known as the boiling point. ഇനി നമ്മൾ പറയുന്ന ഇതിൻ്റെ തന്നെ ഗ്യാസിനെ നമ്മൾ ലിക്വിഡിലേക്ക് മാറ്റുന്ന പ്രോസസ്സ് തിരിച്ച്. ഇപ്പം നമ്മൾ ലിക്വിഡ് ടു ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ടു അല്ലെങ്കിൽ സ്റ്റീം ടു ലിക്വിഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു നല്ല നീരാവി സ്റ്റീം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു പാത്രം എടുത്തിട്ട് നല്ല തണുത്ത ഒരു പാത്രം എടുത്ത് ഈ സ്റ്റീം ഇതിലേക്ക് അടുപ്പിക്കുകയാണ്.
നല്ല സ്റ്റീം പുറത്തേക്ക് വെള്ളം തിളക്കുന്ന അതിൽ നിന്ന് സ്റ്റീം പുറത്തേക്ക് വരുന്നു. ആ സ്റ്റീം ഞാനൊരു കോൾഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഈ സ്റ്റീം വന്ന് ഈ കോൾഡ് ഒബ്ജക്റ്റിലേക്ക് തട്ടുകയാണ്. അപ്പോൾ ഈ സ്റ്റീമിൻ്റെ കോൾഡ് ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഹീറ്റ് എനർജി ലോസസ്. ഈ സ്റ്റീമിനെ ഞാനൊരു കോൾഡ് ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സ്റ്റീമിന് ഹീറ്റ് എനർജി നഷ്ടപ്പെടും. ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഡിക്രീസസ്. കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്താൽ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഡിക്രീസസ്. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈ സ്പേസ് കുറയും. ഇന്റർ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് മീൻസ് ഡിസ്റ്റൻസ് കുറയും, ഫോഴ്സ് കൂടും. ഫൈനലി അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ ഒരു ഗ്യാസ്, ഒരു സ്റ്റീം ഒരു കോൾഡ് ഒബ്ജക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സ്റ്റീമിൻ്റെ എനർജി പുറത്തേക്ക് പോകും. എനർജി കുറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് കുറയും. കൈനറ്റിക് എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറയും. സ്പീഡ് കുറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടും, ഡിസ്റ്റൻസ് കുറയും. ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അത് ആ സ്റ്റീം എന്ന് പറയുന്ന ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് എന്ന് പറയുന്ന കുറച്ചുകൂടി ഫ്രീഡം കുറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. സോ ഗ്യാസ് കൺവേർട്ട് ടു ലിക്വിഡ്. ദിസ് ഈസ് കോൾഡ് ദ കോണ്ടൻസേഷൻ. കോണ്ടൻസേഷൻ എന്നാണ് ഇത്. കോണ്ടൻസേഷൻ. ഓക്കെ, ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് കോണ്ടൻസേഷൻ. ഓക്കെ, അപ്പം ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. മെയിനായിട്ട് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞപ്പോൾ, ഒന്ന് സോളിഡ് ലിക്വിഡിലേക്ക് മാറുക. സോളിഡ് ടു ലിക്വിഡ്. ദിസ് ഈസ് കോൾഡ് ദി മെൽറ്റിംഗ്. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ പറഞ്ഞത് ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. ലിക്വിഡ് ടു സോളിഡ്. ദിസ് ഈസ് കോൾഡ് ദ ഫ്രീസിങ്. നമ്മൾ ഫ്രീസിങ് എന്നാണ് പറഞ്ഞത്. അതിനെ നമ്മൾ ഫ്രീസിങ് പോയിന്റ്. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ ഫ്രീസിങ് പോയിന്റ്. ദെൻ ലിക്വിഡ് ടു ഗ്യാസ്. ദിസ് ഈസ് കോൾഡ് വേപ്പറൈസേഷൻ. ഇത് നമ്മൾ പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്നാണ് പറഞ്ഞത്. ദെൻ ഗ്യാസ് ടു ലിക്വിഡ്. This is called the condensation. Okay. So, ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലായിട്ട് പറയുക. ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ പോയിന്റും കൂടി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമുക്കൊരു ടോപ്പിക്കും കൂടി പറയാനുണ്ട്. ലേറ്റന്റ് ഹീറ്റ്. എന്താണ് ലേറ്റന്റ് ഹീറ്റ്? ലേറ്റന്റ് ഹീറ്റ് നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനകത്ത് തന്നെ വരുന്നതാണ് ലേറ്റന്റ് ഹീറ്റ്. എന്താണ് ലേറ്റന്റ് ഹീറ്റ്? ലേറ്റന്റ് ഹീറ്റ് ഓർ ഹിഡൻ ഹീറ്റ് എന്നാണ് പറയും. ഹിഡൻ ഹീറ്റ്. അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിൽ കുറേ ഐസ് ക്യൂബ്സ് ഇങ്ങനെ എടുത്തിരിക്കുക. ഐസ് ക്യൂബ്സ് എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ഒരു ബർണർ ഉപയോഗിച്ച് ഇങ്ങനെ കത്തിക്കുകയാണ്, ഹീറ്റ് ചെയ്യും. ഇവിടെ ഒരു തെർമോമീറ്ററും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മളൊരു പാത്രത്തിൽ കുറേ ഐസ് ക്യൂബ്സ് എടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ നമ്മളൊരു ബർണർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നു. ഐസിനെ കത്തിച്ചുകൊണ്ടിരിക്കുക. ഐസിൻ്റെ താഴെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട് ഈ ഐസിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ തെർമോമീറ്ററിൽ റീഡിങ് 0-ൽ തന്നെ നിൽക്കുന്നു. അതായത് നമ്മളിവിടെ നിന്ന് കത്തിച്ച് ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഐസ് ഇങ്ങനെ ഉരുകി തുടങ്ങി. 1, 2, 3 ഓരോരോ പീസസ് ആയിട്ട് ഐസ് ഇങ്ങനെ ഉരുകി തുടങ്ങി. പക്ഷേ ഐസ് ഉരുകുന്ന അല്ലാതെ തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിൽക്കുന്നു. ഇതെപ്പോൾ വരെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഐസും ഉരുകി വെള്ളമാകുന്നത് വരെ ഈ ടെമ്പറേച്ചർ
0°C തന്നെ. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഈ ഹീറ്റ് കാണാതെയായി, എവിടെയോ പോയി, ഹിഡൻ ആയിപ്പോയി. ദാറ്റ് ഹീറ്റ് ഈസ് നോൺ ആസ് ദി ലേറ്റന്റ് ഹീറ്റ്. എന്തുകൊണ്ടാണ് ഈ ഹീറ്റ് ഹിഡൻ ആയത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾക്കറിയാം ഇവിടെ ഐസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഓരോ പീസ് ഓഫ് ഐസ് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കൊടുക്കുന്ന ഹീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം സാധാരണ ഹീറ്റ് എന്ന് പറയുന്ന ഈ ഹീറ്റ് എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഒന്ന് കൈനറ്റിക് എനർജിക്കും മറ്റൊന്ന് പൊട്ടൻഷ്യൽ എനർജിക്കും. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ വൈബ്രേഷണൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കുന്നതാണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ പാർട്ടിക്കിൾസ് തമ്മിൽ, രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറ്റപ്പെടുക. അപ്പം ഈ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വി റിക്വയർസ് എ പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഇവിടെ സംഭവിക്കുന്ന വേറെ ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന ഈ കംപ്ലീറ്റ് എനർജിയും ഈ സോളിഡിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ അതിൻ്റെ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കൂടണ്ടേ. ഈ സോളിഡിൻ്റെ പാർട്ടിക്കിൾസിനെ പതുക്കെ പിടിച്ചു വലിക്കുകയാണ്. കാരണം there is a force of attraction between the particles. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു എനർജി, ദാറ്റ് ഈസ് കോൾഡ് ദ പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി കൊടുത്താലേ ഇതിങ്ങനെ മാറി ഇത് ലിക്വിഡ് ആവത്തുള്ളൂ, കുറേ ഫ്രീഡമുള്ള ലിക്വിഡ് ആവത്തുള്ളൂ. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന കംപ്ലീറ്റ് എനർജി എന്തിനുപയോഗിക്കും? ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്ത് ലിക്വിഡ് ആവാൻ വേണ്ടി, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ കൈനറ്റിക് എനർജി 0 ആയിട്ട് നിൽക്കുകയും നമ്മൾ കൊടുക്കുന്ന ഈ ഹീറ്റ് എനർജി കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ടു ഇൻക്രീസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓർ പൊട്ടൻഷ്യൽ എനർജി. ഈ എനർജിയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുക. എന്താണ് ലേറ്റന്റ് ഹീറ്റ്? അപ്പോൾ എപ്പോൾ വരെ ഈ ഹീറ്റ് എനർജി ഈ 0°C ഈ തെർമോമീറ്റർ ഇരിക്കും? ഇതിലെ ഓരോ പീസ് ഐസും ഉരുകി എന്താകുന്നവരെ, കംപ്ലീറ്റ് ആയിട്ടും ലിക്വിഡ് ആകുന്നതുവരെ ഇതിൻ്റെ ടെമ്പറേച്ചർ 0°C ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഹീറ്റ് എനർജി അബ്സോർബ് ബൈ ദി സബ്സ്റ്റൻസ് to change its solid state to liquid states without rise of temperature. ടെമ്പറേച്ചർ കൂടാതെ ഇതിലെ ഓരോ സോളിഡും ലിക്വിഡ് ആകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐസിൻ്റെ കേസാണ്, അതായത് ഐസ് ഉരുകി വെള്ളം. അപ്പോൾ നമ്മളതിനെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്, latent heat of fusion of ice എന്ന് പറയും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വെള്ളം ഐസ് മാറ്റിയിട്ട് ഇതിനകത്ത് നിറച്ച് വെള്ളം എടുത്തിരിക്കും, എന്നിട്ട് ഹീറ്റ് ചെയ്യും. കുറേ നേരം കഴിഞ്ഞപ്പോൾ വെള്ളം തിളക്കാൻ തുടങ്ങി. നമ്മളൊരു തെർമോമീറ്റർ ഇട്ട് വെച്ചു. വെള്ളം തിളച്ചു തുടങ്ങിയപ്പോൾ തെർമോമീറ്ററിൽ 100°C തന്നെ നിൽക്കുകയാണ്. പിന്നെ എത്ര ഹീറ്റ് കൊടുത്തിട്ടും 100°C നിന്ന് ഒരു 1°C പോലും ടെമ്പറേച്ചർ ഉയരുന്നില്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഹീറ്റ് ഹിഡൻ ആയില്ലേ? നമ്മൾ കൊടുക്കുന്ന ഈ ഹീറ്റ് ഒരിക്കലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നില്ല. എപ്പോൾ വരെ അത് കണ്ടിന്യൂ ചെയ്യും? ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസായി മാറുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യും. അതെന്തുകൊണ്ടായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ലിക്വിഡ് മോളിക്യൂൾസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി, അതായത് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഈ ഹീറ്റ് എനർജി കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ചെയ്യും. അതൊരിക്കലും വൈബ്രേഷണൽ സ്പീഡ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കില്ല. അങ്ങനെ കംപ്ലീറ്റ് എനർജിയും ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നത് വേണ്ടി ഉപയോഗിക്കുക. ആ എനർജിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ.
വേപ്പറൈസേഷൻ. ഓക്കെ, അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ഐസിനെ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജി, ഹിഡൻ എനർജിയാണ് ലേറ്റന്റ് ഹീറ്റ്. പൊതുവെ നമ്മൾ ചെയ്യുക, ഇത് ഒരു 1 കിലോഗ്രാം ആക്കി മാറ്റുന്നത്, സ്പെസിഫിക് ആക്കും. വേറെ ഒന്നുമില്ല, നമ്മൾ വലിയൊരു പാത്രത്തിൽ കുറേ ഐസ് ക്യൂബ് എടുത്ത് അതിലേക്ക് ഹീറ്റ് കൊടുത്തു, ആ ഹീറ്റ് കൂടുതൽ കൊടുത്ത് അല്ലെ ആ കംപ്ലീറ്റ് ഐസ് ഉരുകി വരുള്ളൂ. നേരെ കുറച്ച് ചെറിയ പാത്രത്തിൽ കുറച്ച് ഐസ് കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഐസ് കംപ്ലീറ്റ് മെൽറ്റായി മാറും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ സ്പെസിഫിക് അല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 1 കിലോഗ്രാം സോളിഡിനെ 1 കിലോഗ്രാം ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ് അപ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ആക്കി, അതിന് നമ്മൾ സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് എന്നാണ് പറയുക. സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യിക്കാൻ, അതായത് വലിയൊരു പാത്രത്തിൽ കുറേ ഐസ് എടുത്ത് ചെറിയൊരു പാത്രത്തിൽ കുറേ ഐസ് എടുത്ത് രണ്ടിലും വ്യത്യസ്ത അനുപാതത്തിൽ ഹീറ്റ് എനർജി കൊടുത്താലേ കംപ്ലീറ്റ് ആയിട്ട് ഉരുകി ഫുൾ വെള്ളമാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 കിലോഗ്രാം സോളിഡിനെ ഹീറ്റാക്കി ഹീറ്റ് ചെയ്തിട്ടുണ്ട് 1 കിലോഗ്രാം ലിക്വിഡാക്കി മാറ്റാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കും. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഐസിന്റെ കേസിലാണെങ്കിൽ സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് പറയും. ഫ്യൂഷൻ ഓഫ് ഐസ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് എനർജി ഡിവൈഡഡ് ബൈ മാസ്, ഇതിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 കിലോഗ്രാം ഓഫ് സോളിഡ് ടു ലിക്വിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യൂ എമൗണ്ട് ഓഫ് എനർജി എം മാസിന് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് മാസ് അല്ലെങ്കിൽ 1 കിലോഗ്രാം മാസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജിനെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, L is equal to Q/M or Q is equal to what, M into L. Q is equal to M into L. ഇത് തന്നെ നമുക്ക് സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പറയാമല്ലോ. വാട്ട് ഈസ് മീൻ ബൈ സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ? It is the amount of heat required to convert 1 kilogram of liquid to gaseous state without rise of temperature, and that is Q. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, Q is equal to ml, അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്, Q ഡിവൈഡഡ് ബൈ മാസ്. അതായത് M മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഈ കൺവേർട്ട് ചെയ്യാൻ, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ Q എമൗണ്ട് ഓഫ് എനർജി വേണമെങ്കിൽ ഒരെണ്ണത്തിന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, L is equal to Q/M എന്ന് ചെയ്യും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ്, ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡായിട്ട് മാറുന്നവരെ ആ കൊടുക്കുന്ന ഹീറ്റ് എനർജി അങ്ങനെ തന്നെ അത് പൊട്ടൻഷ്യൽ എനർജി, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യാനേ ഉപയോഗിക്കുകയുള്ളൂ. ഒരിക്കലും ടെമ്പറേച്ചർ കൂട്ടില്ല. എന്ന് വെച്ചാൽ ഒരു കഷ്ണം ഐസ് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി തീരുന്നവരെ അതിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ആ കംപ്ലീറ്റ് എനർജിയും അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയായിരിക്കും. ആ എനർജിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓർ ഹിഡൻ ഹീറ്റ് എന്ന് പറയുക. അത് തന്നെ ലിക്വിഡിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണെങ്കിൽ വെള്ളം തിളച്ച് തുടങ്ങി അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിൽക്കും, കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നവരെ. അത് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആക്കി, സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്, ഒരു 1 കിലോഗ്രാം ഓഫ് സോളിഡ് or 1 കിലോഗ്രാം ഓഫ് ലിക്വിഡ് ടു ഗേഷ്യസോ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുക. അത് L is equal to Q/M ആയിരുന്നു. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ്, ഒരു ടോപ്പിക് കൂടി പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആ സ്റ്റേറ്റ് തീരും. വേറൊന്നുമില്ല, പർട്ടിക്കുലർ ഫിനോമിനയാണ് നമ്മൾ പറയുക. ദാറ്റ് ഈസ് റിജിലേഷൻ. റിജിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഐസിനെ ഒരു പ്രഷർ കൊടുത്തിട്ട് കുറേ ഇങ്ങനെ ഒരു ഐസ് പീസ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ
ഐസ് പെട്ടെന്ന് നമ്മൾ അമർത്തുന്ന ഫോഴ്സ് കൊടുക്കുന്ന അവിടെ കുറച്ച് വെള്ളമായിട്ട് മാറും. അപ്പോൾ ഇതൊരു പീസ് ഓഫ് ഐസ് ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ അമർത്തി അപ്പോൾ എന്ത് പറ്റും? ഐസിൻ്റെ അവിടെ വെള്ളമായിട്ട് മാറും. ഈ ഫോഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും എന്തായിട്ട് വരും? ആ വെള്ളം ഐസായിട്ട് മാറും. When a pressure is applied to ice melt at low temperature. പ്രഷർ കൂടുമ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഐസ് മെൽറ്റ് ആകും. പിന്നെ ഈ പ്രഷർ ഈസ് റിമൂവ്ഡ് then it refreezes. This phenomenon is known as regelation. വേറൊന്നുമില്ല, ഒരു ഐസിനെ എടുത്ത് നമ്മൾ വളരെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വാട്ടറായിട്ട് മാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്ന പറയാം. അപ്പോൾ പെട്ടെന്ന് പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ ഫോം ചെയ്യും. എന്നുവെച്ചാൽ അത് പെട്ടെന്ന് വാട്ടറായിട്ട് മാറുകയും ഈ പ്രഷർ റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റീഫ്രീസ് ചെയ്ത് ഐസ് ആക്കുകയും ചെയ്യും. സാധാരണ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഐസ് സ്കേറ്റിംഗ് നടത്തില്ലേ, ഐസ് സ്കേറ്റിംഗ് നടത്തുമ്പോൾ ഒരു ഐസിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഐസ് സ്കേറ്റിംഗ് ബോർഡ് ഇങ്ങനെ വയ്ക്കുമ്പോൾ വി അപ്ലൈ എ ഹൈ പ്രഷർ. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഐസിൻ്റെ മുകളിലൊരു വാട്ടർ ലെയർ ഫോം ചെയ്യും. ഈ വാട്ടർ ലെയർ ഒരു ലൂബ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യുകയും വളരെ സ്പീഡിൽ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഈ ഐസ് സ്കേറ്റിംഗ് ബോർഡ് പോയി കഴിഞ്ഞാൽ ഈ വാട്ടർ വീണ്ടും റീഫ്രീസ് ചെയ്ത് ഐസായിട്ട് മാറ്റപ്പെടും. ഈ ഫെനോമിനയാണ് നമ്മൾ റീജിലേഷൻ എന്ന് പറയും. ഓക്കെ, വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഞാനതെല്ലാം പറഞ്ഞു തീർത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയുമാണ് നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്. താങ്ക് യു.